അവിഹിത ബന്ധം, അതായത് ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനുമായിട്ടുള്ള ബന്ധം ഇന്ന് സാധാരണയിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കാരണം ജനിതകമാണോ അവിഹിത ബന്ധം, അഥവാ മനുഷ്യൻ അടിസ്ഥാനപരമായി മോണോഗാമിയാണോ പോളിഗാമിയാണോ എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സത്യം പറയട്ടെ, മനുഷ്യൻ അടിസ്ഥാനപരമായി പോളിഗാമിയാണ്. എന്നാൽ മോണോഗാമിയിലാണ് അവൻ്റെ താല്പര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക? അതായത് മോണോഗാമി എന്ന് പറയുന്നത് കുട്ടിയെ സംരക്ഷിക്കുക, ഒരു ഭാര്യ മാത്രമായിട്ടുണ്ടാകുക, അപ്പോൾ കുട്ടികളുടെ സംരക്ഷണമൊക്കെ ആയിട്ട് ഒരു കുടുംബമായി ജീവിക്കുന്ന രീതിയാണ് മോണോഗാമി. അതിൽ ഒരു ഭാര്യ ഒരു ഭർത്താവ്. അതേസമയത്ത് പോളിഗാമി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഭർത്താവ് ഉണ്ടാവും, ഒട്ടനവധി ഭാര്യമാരുണ്ടാവും. ഇനി അടുത്ത് പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാകുക. ഇത്തരം പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ നാം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ജനിതകമായി മനുഷ്യൻ പോളിഗാമിയാണോ അതെയോ മോണോഗാമിയാണോ എന്ന് ചോദിച്ചാൽ ജനിതകമായി മനുഷ്യൻ പോളിഗാമിയാണ്. അഥവാ മറ്റൊരു രൂപത്തിൽ മനുഷ്യൻ്റെ ഘടന അങ്ങനെയാണെന്നുള്ളത് സമ്മതിച്ചേ തീരുള്ളൂ. കുടുംബജീവിതം എന്നുള്ളത് ഇന്ന് നമ്മൾ കാലാകാലങ്ങളായി അതായത് ആർജിച്ചെടുത്ത ഒരു സവിശേഷ രൂപമാണ്. അങ്ങനെ ആർജിച്ചെടുത്ത ആ സവിശേഷ രൂപത്തിൽ ആ ഘടനയിൽ നിന്നുകൊണ്ട് വേണം സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് ശരിയായ രീതി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശ്രോതാക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം, അത് പോരാ എന്നുള്ള വിശ്വസിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. എന്നിരുന്നാലും കുടുംബജീവിതത്തിന് ചില അതായത് അടിസ്ഥാന ഘടകങ്ങളുണ്ട്, അതിൻ്റെ സൗന്ദര്യം അതിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ജനിതക ഘടന അതിന് നേരെ തിരിച്ചുമാണ്. എന്ന് പറഞ്ഞാൽ പോളിഗാമിയിലേക്കാണ് പോകുന്നത്. ഒരു പുരുഷൻ്റെ ലൈംഗിക കാര്യങ്ങൾ സാധാരണഗതിയിൽ ഒരു സ്ത്രീയെ കൊണ്ട് തൃപ്തിപ്പെടാറില്ല. MT വാസുദേവൻ നായർ പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് വിചാരിക്കാത്തവരായി ആരുമില്ല എന്നോ മറ്റോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിയാണത്. അപ്പോൾ ജനിതകമായിട്ട് മറ്റ് സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാരുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതോ ആയ അവസ്ഥ നാം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന് വല്ല ജനിതകമായിട്ടുള്ള ഘടനയുണ്ടോ എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ പരിശോധിക്കുകയുണ്ടായി. ഏതെങ്കിലും ജീൻ ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ജീനിനെ കുറിച്ച് പഠനം നടത്തിയാൽ DRD4 എന്ന ഒരു ജീനാണ് അവർ കണ്ടെത്തിയത്. ആ ജീൻ അവിഹിത ബന്ധത്തിന് പ്രേരണ നൽകുന്ന ഒരു ജീനാണെന്നുള്ളത് കാണപ്പെടുകയുണ്ടായി. എന്നാൽ ഇത് ശാസ്ത്രീയമായി അത്ര തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല. അവിഹിത ബന്ധം കൂടുതലായിട്ടും കാണപ്പെടുന്നത് അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച മൂലമാണ്. ഈ അകൽച്ച ഉണ്ടാകുന്നതിൻ്റെ കാരണം ശരിയായ ലൈംഗിക ബന്ധം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ശീഘ്രസ്ഖലനമുള്ള ഒരു പുരുഷൻ്റെ ഭാര്യ സ്വാഭാവികമായിട്ടും മറ്റൊരു പുരുഷനെ തേടി പോവുകയാണെങ്കിൽ നമുക്കവരെ തെറ്റ് പറയാൻ കഴിയുകയില്ല. അതേസമയത്ത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ബയോളജിക്കൽ നെസസിറ്റിയാണ്, ആവശ്യമാണ്. അപ്പോൾ ശീഘ്രസ്ഖലനത്തിന് ചികിത്സിച്ച് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുകയുമില്ല. എന്നിരുന്നാലും എന്തെല്ലാം രീതിയിൽ ലൈംഗികമായി തൃപ്തി കിട്ടിയാലും, സ്വന്തം ഭാര്യയിൽ നിന്ന് തൃപ്തി കിട്ടിയാലും മറ്റ് സ്ത്രീകളെ തേടി പോകുന്ന ചില പുരുഷന്മാരുണ്ട്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? ഇത് ഹോർമോൺ സംബന്ധമായതാണോ, ജനിതകമാണോ, അതെയോ അത് അവരുടെ സ്വഭാവ വൈകല്യമാണോ എന്നുള്ളത് ചോദിച്ചാൽ വൈകല്യം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. അവരുടെ സ്വഭാവ രീതി അതാണ്, അവരുടെ ജനിതകമായ ഘടന അതാണ്, അവരതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതല്ലാണ്ട് ഇവിടെ ഒരു വശത്ത് തൃപ്തിക്കുറവ് കൊണ്ടല്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിന്നും നാം പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പോളിഗാമി അല്ലെങ്കിൽ പോളിയാൻഡ്രി സ്വഭാവം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത മിക്കപ്പോഴും മടുപ്പുളവാക്കുന്ന ഒന്നായി മാറാറുണ്ട്. ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷനുമായിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മടുപ്പുളവാക്കുന്ന ഒരവസ്ഥ, അവർ മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോളിഗാമി ടെൻഡൻസി മനുഷ്യനിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പോളിയാൻഡ്രി ടെൻഡൻസി മനുഷ്യനിൽ ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെ ഈ ടെൻഡൻസി ഉള്ളത് കുടുംബജീവിതത്തിന് എപ്പോഴും ഭദ്രത മോണോഗാമി തന്നെയാണ്. എന്നിരുന്നാലും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം ആ രീതിയിൽ മാറുന്ന ഒന്നല്ല. അതുകൊണ്ട് അവർ പോളിയാൻഡ്രിയിലേക്കും പോളിഗാമിയിലേക്കും അവിഹിത ബന്ധത്തിലേക്കും മറ്റും പോകുന്നു. ഇങ്ങനെ അവിഹിത ബന്ധത്തിൽ കൂടുതലായി പോകപ്പെടുന്നതിൽ ചില വ്യക്തികളുടെ ടെസ്റ്റോസ്റ്ററോൺ അങ്ങനെയുള്ള ഹോർമോൺ ലെവലുകൾ പരിശോധിച്ചപ്പോൾ
തീർച്ചയായിട്ടും അവർക്ക് ഹോർമോൺ ലെവലുകൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ആ രീതിയിലുണ്ട് അവർക്ക് സെക്ഷൽ അർജ് കൂടുതലാവുന്നതുകൊണ്ട് അവർ അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നുവെന്ന് അനുമാനത്തിലെത്താറുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണെങ്കിലും അത് മാത്രമല്ല അതിൻ്റെ കാരണം. അവരുടെ സ്വഭാവ രീതി അഥവാ അവരുടെ ജനിതക ഘടന പോലും ആ രീതിയിലായിരിക്കണമെന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുക. ഇനി ഇവിടെ ഏത് രൂപത്തിൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കാം, അവിഹിത ബന്ധം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഏത് രീതിയിൽ സാധിക്കുമെന്നുള്ളത് ചോദിച്ചാൽ അത്ര എളുപ്പം ഒരു ഉത്തരം നൽകാൻ കഴിയുന്ന കാര്യമല്ല. രണ്ട് വ്യക്തികളും അവരുടെ അഭിരുചികൾ എന്താണെന്ന് പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം ഒരു ധാരണയിലെത്തി ആ രീതിയിൽ ലൈംഗിക ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ മോണോഗാമി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയും. എന്നാൽ നമുക്ക് ജന്തുക്കളിലേക്ക് തിരിച്ചു പോകാം. ചെന്നായ്ക്കൾ, ചില എലികൾ, അരയന്നങ്ങൾ, ഇതൊക്കെ സീരിയസ് ആയിട്ട്, അതായത് അവർ മോണോഗാമി മാത്രം പുലർത്തുന്ന ജന്തുക്കളാണ്. അപ്പോൾ ജന്തുക്കളിൽ മാത്രം ഒരു ജനിതക ഘടനയുണ്ട്. അമേരിക്കയിലോ മറ്റുള്ളൊരു എലിവർഗം അവരുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു ഇണയെ തേടുന്നു, ആ ഇണയെ കിട്ടുന്നു, ആജീവനാന്തകാലം ആ ഇണ മാത്രമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ അത്തരം എലികളിൽ മറ്റൊരു ഇണയെ കൊണ്ടുവന്ന് അവരുടെ കൂട്ടിനകത്ത് കിട്ടിയിട്ട് പോലും ഇവർ കടി കൂടുകയല്ലാതെ ഒരിക്കലും ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് ഉണ്ടായിട്ടില്ല. അത്തരം എലികളിൽ ഒരെണ്ണം മരണപ്പെടുകയാണെങ്കിൽ മറ്റേ വീണ്ടും ലൈംഗിക ബന്ധത്തിന് മറ്റൊരാളെ തേടി പോകുന്നതായി കാണുന്നില്ല. അപ്പോൾ മോണോഗാമി എന്നുള്ളത് ജനിതകമായ ഒരു ഘടന തന്നെയാണ്. അത് മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അത്ര പരിപൂർണമല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായി പോളിഗാമി ടെൻഡൻസി മനുഷ്യരിൽ ഉടലെടുക്കുന്നുണ്ട്, മനുഷ്യരിലുണ്ടത്. അതുകൊണ്ടാണ് അവിഹിത ബന്ധം കൂടുതലായും മനുഷ്യനിൽ കാണപ്പെടുന്നത്. ഇതിന് പരിഹാരം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കുറച്ചുകൂടി തുറന്ന മനസ്സോടുകൂടി ദമ്പതികൾ സംസാരിക്കുകയും ആ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയും. എന്നാലും 100% പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ അവിഹിത ബന്ധം. കാരണം അതൊരു അടിസ്ഥാന ഘടകമാണ്. ഒരിക്കലെങ്കിലും പ്രേമത്തിലേർപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലാവും ആ സമയത്ത് തൻ്റെ ഇണയെ മാത്രം, അതായത് ആൺകുട്ടിക്കാവട്ടെ പെൺകുട്ടിക്കാവട്ടെ, പരസ്പരം ആ ഇണയെ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ. എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയാലും എന്തെല്ലാം രീതിയിലുള്ള പ്രലോഭനങ്ങളുണ്ടായാലും അവർ അതിൽ നിന്ന് പശ വെച്ചൊട്ടിച്ചതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി കാണാം. മാറ്റം ഉണ്ടാകാതെ അത് ഏത് രീതിയിൽ ശ്രമിച്ചാൽ പോലും മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കമിതാക്കൾ പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ ഉടലെടുക്കുകയാണ്. ആ ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് ഉടലെടുത്താൽ ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയെ ആ കാമുകനെ മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ആ ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് കുറഞ്ഞു വരിക എന്ന് പറയുന്നത് കാലഘട്ടം കൊണ്ട് കുറഞ്ഞു വരാം, സമയം കൂടുതലാവുമ്പോൾ കുറഞ്ഞു വരാം. അതേസമയത്ത് പ്രേമിച്ച് നിൽക്കുന്ന ആ അവസ്ഥയിൽ, പ്രേമത്തിൻ്റെതായ അവസ്ഥയിൽ ഇങ്ങനെ വരാത്തതിൻ്റെ അവസ്ഥ കാരണം ഈ ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് ആണ്. മോണോഗാമിയുടെ പ്രധാന കാരണവും ഈ ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് ആണ്. ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഹോർമോൺ രണ്ടുപേരിലും ഉണ്ടാകുന്നു. ആ ഹോർമോണുള്ള ബോണ്ടിങ് വഴിക്ക് അവർ മാറിപ്പോകാൻ കഴിയില്ലാത്ത ഒരവസ്ഥ വരുന്നു. ലൈംഗികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ അതായത് നമ്മൾ ഒരു തിയറിറ്റിക്കലായിട്ട് താത്വികമായിട്ടല്ല ചിന്തിക്കേണ്ടത്, പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ ഓക്സിറ്റോക്സിൻ ബോണ്ടിങ്ങിനും മറ്റും കുറഞ്ഞ കാലമേ നിലനിൽക്കാൻ കഴിയാറുള്ളൂ മിക്കവരിലും. എന്നാൽ വളരെ വളരെ കാലം, അതായത് ഒരു ആയുഷ്കാലം തന്നെ മനുഷ്യരിൽ പല വ്യക്തികളിലും, പുരുഷനിലും സ്ത്രീയിലും ഈ ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് നിലനിൽക്കുന്നുണ്ട്. എന്ത് അവസരങ്ങൾ ലഭിച്ചാൽ പോലും ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാത്ത ഒട്ടനവധി വളരെയധികം ദമ്പതികളുണ്ട്. ഇതിൻ്റെ കാരണം ഈ ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് ആണ്. അതുകൊണ്ട് ജനിതകമാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരമില്ല, ബയോളജിക്കലാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരമില്ല. അവിഹിത ബന്ധത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞോണം ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് ഇല്ലാതാകുക, അതുപോലെ തന്നെ ചില വ്യക്തികൾ കാണുന്ന സവിശേഷ സ്വഭാവ രീതികൾ, അതായത് എടുത്തുചാട്ടം, അതുപോലെ തന്നെ എന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയതിനെ തേടി പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചില വ്യക്തികൾ കാണുന്നുണ്ട്. അത് പാരമ്പര്യമായി കണ്ടുവരുന്നുണ്ട് താനും. അപ്പോൾ നമുക്ക് അവിഹിത ബന്ധത്തിനൊരു ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറയട്ടെ, അങ്ങനെ ഒരു ചികിത്സയില്ല. നമ്മൾ ചില പ്രവർത്തികളിൽ കൂടി ബോണ്ടിങ് കൂട്ടിയെടുക്കുക, ഓക്സിറ്റോക്സിൻ ബോണ്ടിങ് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റ രീതിയും നല്ല രീതിയിലുള്ള പ്രവർത്തനവും വരികയാണെങ്കിൽ
ഒരുപക്ഷെ അതിനൊരു പരിഹാരമായെന്ന് മാത്രം വരാം. ലൈംഗികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ശാസ്ത്രീയമായ നിഗമനത്തിലെത്താൻ കഴിയുകയില്ല. അതായത് നമുക്ക് പരീക്ഷണങ്ങൾ വഴി അത് കണ്ടെത്തുവാനും കഴിയുകയില്ല. ലൈംഗികമായ പ്രശ്നങ്ങളിൽ നമ്മൾ എല്ലാവരും ഉടലെടുക്കുന്നത് പല രൂപത്തിലും ഭാവത്തിലുമായിരിക്കാം. നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് ISRM. ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്.